പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ച ആ പ്രാർത്ഥനയിൽ യേശു ഇപ്രകാരം പറയുന്നുണ്ട്, നിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു പല സന്ദർഭങ്ങളിലും പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇന്ന് ആ പിതാവായ ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് നമുക്ക് വളരെ ചുരുക്കമായിട്ട് ചിന്തിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അതായത് നാം ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമായി തീരണമെന്നുള്ളത് പിതാവായ ദൈവത്തിൻ്റെ ഒരു ഹിതമായിരുന്നു, ഒരു ഇഷ്ടമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകുവാനായിട്ട് അവൻ കഴിവ് നൽകി. അതായത് കർത്താവായ യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം, ആ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാനായിട്ട് പിതാവായ ദൈവം അനുഗ്രഹിച്ചു. രണ്ടാമത്തെ ഹിതം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ യേശു അവർക്ക് ഉത്തരം നൽകുന്നത് ഇപ്രകാരമാകുന്നു, ഇതാകുന്നു ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക. ഇവിടെ ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത് പിതാവായ ദൈവം അയച്ച യേശുക്രിസ്തുവിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുക എന്നുള്ളതാകുന്നു ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. മൂന്നാമതായി യോഹന്നാൻ്റെ സുവിശേഷം 6:39 യേശു ഇപ്രകാരം പറയുന്നു, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അവിടുന്ന് എനിക്ക് നൽകുന്നവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഹിതം, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. ഇവിടെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം അല്ലെങ്കിൽ ഇഷ്ടമെന്ന് പറയുന്നത് പിതാവായ ദൈവം ക്രിസ്തുവിനെ ഏൽപ്പിച്ചവർ എല്ലാവരും അതിൽ ആരും നഷ്ടപ്പെടുത്താതെ, ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരെയും ആ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാവുന്നു പിതാവായ ദൈവത്തിൻ്റെ ഹിതം. നാലാമതായി അതിൻ്റെ തന്നെ 40-ാമത്തെ വാക്യത്തിൽ യേശു ഇപ്രകാരം പറയുന്നു, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാകുന്നു പിതാവായ ദൈവത്തിൻ്റെ ഹിതം. അതായത് പുത്രനായ യേശുവിനെ കാണുകയും ആ പുത്രനിലൂടെ പിതാവായ ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്തവർക്ക് എല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് പിതാവായ ദൈവത്തിൻ്റെ ഹിതം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ഇങ്ങനെ അനേക സന്ദർഭങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ച് യേശു സുവിശേഷത്തിൽ സംസാരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ആ ഹിതം നിവർത്തിക്കുവാനും അത് തന്നിൽ നിറവേറുവാനും യേശു വളരെ തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായിട്ട് നാം കാണുന്നുണ്ട്. യേശു 12-ാമത്തെ വയസ്സിൽ കാണാതാവുകയും ദേവാലയത്തിൽ അവൻ്റെ മാതാപിതാക്കന്മാർ അവനെ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ യേശു തൻ്റെ മാതാപിതാക്കന്മാരോട് ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണ് എന്ന്
നിങ്ങൾ അറിയുന്നില്ല എന്ന് യേശു അവിടെ പ്രഖ്യാപിക്കുന്നു. തുടർന്ന് ഗസമനിയിൽ വെച്ച് യേശു രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും എടുത്തു മാറ്റണമേ എന്ന്. തുടർന്ന് യേശു പറയുകയാണ്, എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെ നിറവേറട്ടെ എന്നാണ് യേശു അവിടെ പ്രാർത്ഥിക്കുന്നത്. അതായത് ഈ സഹനം, അത് സഹിക്കുക എന്നുള്ളത് പിതാവായ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ അത് തന്നിൽ നിറവേറട്ടെ എന്ന് യേശു അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. തുടർന്നും യേശു പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന്. 40-ാമത്തെ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിലൂടെ ഇപ്രകാരം പറയുന്നുണ്ട്, ദഹനബലിയോ കാഴ്ചകളോ അതുപോലെയുള്ള ഒരു കാര്യങ്ങളിലും ദൈവം പ്രസാദിച്ചില്ല. എന്നാൽ അതുകൊണ്ട് അവിടെ വചനം ഇപ്രകാരം പറയുന്നു, നിൻ്റെ ഇഷ്ടം, നിൻ്റെ ഹിതം എന്തോ അത് നിറവേറ്റുവാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. അതുപോലെ നമുക്കും യേശു പിതാവായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ആ ഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആ ഹിതം തന്നിൽ നിറവേറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ നമുക്കും ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം ആ ദൈവത്തിൻ്റെ ഹിതം നമ്മിൽ നിറവേറുവാനും അതുപോലെ ദൈവത്തിൻ്റെ ഹിതം എന്തോ അത് പ്രവർത്തിക്കുവാനും നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി നാം എല്ലാവരും ഉയർപ്പിക്കപ്പെടുവാനും നിത്യജീവൻ പ്രാപിക്കുവാനും ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.